അല്ലെങ്കിലും ബോയ്സിനുള്ളത് നോക്കിയിട്ടാണ് മര്യാദയ്ക്ക് ഇരിക്കുന്നത് ആടിയിൽ എന്തെങ്കിലുമൊക്കെ കലാപരിപാടി കാണിക്കാൻ. പാതിരാത്രി ആയപ്പോഴത്തേന് അങ്ങനെ ഒരു പൂതി കയറിയിട്ട് ഈ പൂച്ചപ്പൂടെ എല്ലാം മടിച്ചളാന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, ഓക്കേടെ തന്നെ. കണ്ണാടിയിലൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴത്തേന് എന്റെ താടിനേക്കാൾ വലിയ അവസ്ഥയാണ്. ഞാൻ നോക്കിയില്ല, ആദ്യമേ മിററിനെ തന്നെ കുളിപ്പിച്ചെടുക്കാൻ. തുടക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കയ്യിൽ ഒരു പീസ് എടുത്ത് കീറി ഒന്ന് കഴുകിയൊക്കെ എടുത്ത് കുറച്ച് ഹാൻഡ് വാഷ് എടുത്ത് സ്ക്വീസ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേന് താഴെ തിരിച്ചെടുത്ത് വെച്ച് അതിൻ്റെ അകത്ത് നിന്ന് ഒരു ഇമ്മിണി സാധനം എടുത്ത് തുടക്കലോട് തുടങ്ങി. സർവ്വശക്തി എടുത്ത് തുടക്കാനൊക്കെ തുടങ്ങി. കുളിപ്പിച്ച് ഒരുമാതിരി കുഞ്ഞില്ലാതാവുന്ന അവസ്ഥ ആയപ്പോഴത്തേനും ഞാനാണ് ഈ പയ്യങ്ങ് വെറുതെ എന്തിനാ വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്നത്. അതിന്റെ പേരിൽ അച്ഛന്റെ വായിലിരിക്കുന്നത് ഇങ്ങനെ തേച്ചൊക്കെ വെളുപ്പിച്ച് അതിലെ പതയെല്ലാം നല്ലതായിട്ട് കളഞ്ഞിട്ടൊക്കെ ഉണ്ട് വെള്ളം. പക്ഷേ ആ വെള്ളമെല്ലാം കൂടെ നേരെ താഴോട്ടായിരുന്നു പോകുന്നത്. അത് ഞാനാണെങ്കിൽ ഇന്നടയ്ക്ക് ശ്രദ്ധിച്ചില്ല. നമ്മുടെ കണ്ണാടിന്റെ നീരാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്കാണെങ്കിൽ ഈ വെള്ളം പോയിട്ട് ഉടനെ തന്നെ നമുക്ക് അടുത്ത പരിപാടി പഠിക്കാനുണ്ട് ഈ കണ്ണാടി വെച്ചിട്ട്. അങ്ങനെ നമ്മുടെ കണ്ണാടിക്കുട്ടൻ കുളിച്ച് കുട്ടപ്പനൊക്കെ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന പാടൊക്കെ ഒക്കെ പോയിട്ട് നമ്മുടെ മെയിൻ പരിപാടിയായിട്ടുള്ള താടി അടിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ തേച്ചാണെങ്കിൽ ഒന്ന് താടി സെറ്റാക്കി. ഈ താടി എന്ന് പറയുമ്പോൾ വലുതായിട്ടൊന്നും ഇല്ലാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് വെച്ചാൽ ഞാൻ എന്റെ സമാധാനത്തിന് പറയുന്നത്. അങ്ങനെ ഷേവിംഗ് ക്രീം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹാൻഡ് വാഷ് എടുത്ത് കുറച്ച് തേച്ച് വിടും പറഞ്ഞ് ഇങ്ങനെ തേച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ ആ ഷേവിംഗ് സെറ്റ് ഇട്ട് ഒരു വലി വലിച്ചാൽ പോലും അതിങ്ങി വരും. ഓരോരോ കീഴ്വഴക്കങ്ങളുടെ പേരിൽ അങ്ങ് ചെയ്യുന്നത്. ഇനിയാണ് നമ്മുടെ കഥാനായകന്റെ എന്റെ സൂക്ഷ്മതയുടെ കൂടുതലുകൊണ്ട് തന്നെ അതിലൊന്നും ശകലം പോലും പൊടിയില്ലാഞ്ഞുകൊണ്ട് നല്ലതായിട്ടൊന്ന് കഴുകി ഞാൻ ചോരക്കളി നടക്കാൻ പോകുന്നത്. ഒരു ശകലം കോൺസെൻട്രേഷൻ തെറ്റിയാ ഒരു ശകലം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയാൽ അവിടെ പൊടിയും ചോര. പ്രത്യേകിച്ചൊന്നും വേണ്ട, ചുമ്മാ എടുത്ത് ഒറ്റ വലിയ എടുത്താൽ മതി. ആയുധം വെച്ചുള്ള കളിയാണ്. ലൈറ്റ് ശകലം കുറവായതുകൊണ്ട് തന്നെ എമർജൻസി ഒക്കെ പോയിട്ട് പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് മുറിഞ്ഞിട്ടൊക്കെയാണ്. അതൊക്കെ ഈ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടുള്ളതാണ്. അകലെങ്കിലും മുറിഞ്ഞില്ലെങ്കിൽ അതിലൊരു ഫിനിഷിംഗ് ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വെള്ളം എല്ലാം താഴെ വീണില്ല. തൂത്ത് തുടച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ രാവിലെ അമ്മയുടെ വായിലിരിക്കുന്നത് ഇങ്ങനെ മോപ്പൊക്കെ എടുത്തോണ്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വെറുതെ എന്തിനാ നല്ലയുടെ വായി കയറി അറയൊക്കെ തുടച്ച് വൃത്തിയാക്കി നല്ല കുട്ടപ്പനാക്കി എടുത്തു. അപ്പൊ ഓക്കെ ബൈ, ബാക്കി നാളെ.